നടന്ന് എന്റെ കാല് വയ്യാതെ. ഈ കാട്ടുപ്രദേശത്താണെങ്കിൽ ഒരു കട പോലും ഇല്ലല്ലോ വെള്ളം കുടിക്കാൻ. ഇവിടെ ഒരു വീടുണ്ട്. ഭാഗ്യം. ഇവിടെ ചോദിക്കല്ലേ? ഇവിടെ ചോദിക്കാം. വെള്ളം തരോ? ആരെങ്കിലും ഉണ്ടോ വീട്ടില്? വലിയ വീടാണല്ലോ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? കണ്ടിട്ട് ആരും ഇല്ലെന്നോ? ബെല്ലടിച്ച് നോക്കാം. വേണ്ട, ബെല്ലടിച്ചിട്ടുണ്ട്. ആരെയും വരുമെന്ന് നോക്കട്ടെ. ഈ വഴിക്ക് സാധാരണ ആരും വരാറില്ല. നിങ്ങൾ എവിടുന്നാ? ഇപ്പഴെനിക്ക് ജീവൻ വന്നേ. ഞങ്ങൾ ഈ കമ്പനിയുടെ സാധനങ്ങൾ വിൽക്കാൻ വന്നത്. ഇത് വലിയ വീടാണല്ലോ. ഇതെന്താ ഒറ്റപ്പെട്ട വീട് പോലെ കിടക്കുന്നത്? ഈ വീട്ടില് വേറെ ആളുകളൊന്നുമില്ല? ആളുകളോ? ഈ വീട്ടിൽ ഞാനും പിന്നെ ഈ ചുമരുകൾക്കുള്ളിൽ അടങ്ങിപ്പോയ കുറെ ആത്മാക്കളും മാത്രമേ ഉള്ളൂ. എന്താ ചേച്ചി തമാശ പറയാണോ? ഈ വലിയ വീട്ടിൽ ചേച്ചി മാത്രമാണോ? നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാം. പകൽ വെളിച്ചത്തിൽ ഈ വീട് ഇങ്ങനെ ശാന്തമായി കിടക്കും. പക്ഷെ സൂര്യൻ പടിഞ്ഞാറോട്ട് ചാഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിലേക്ക് ഒരു പക്ഷി പോലും പറന്നു വരില്ല. ഒരിക്കൽ കൊതി തീരാതെ രക്തം വാർന്ന് മരിച്ചൊരു പെണ്ണുണ്ട്. ഈ ഉമ്മറത്ത് ഇന്ന് രാത്രി അവളുടെ ചിലങ്കകളുടെ ശബ്ദം കേൾക്കാം. എടാ, നമുക്ക് പോവാം. എന്തൊരു പന്തികേട് പോലെ. ഈ ഗേറ്റ് കടന്നു വരുന്നവർക്ക് ഉള്ളിലേക്ക് വരാൻ മാത്രമേ അനുവാദമുള്ളൂ, തിരിച്ചു പോകാനില്ല. ചോര മരവിപ്പിക്കുന്ന തണുപ്പ് കൊണ്ട് അവൾ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ദൈവത്തെ വിളിക്കാൻ പോലും നിങ്ങൾക്ക് നാവ് പൊങ്ങി. ഈ വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മുമ്പിൽ കാത്തിരിക്കുന്നത് വെറും ജീവനില്ലാത്ത ഇരുട്ടുകൾ മാത്രമായിരിക്കും. അതുകൊണ്ട് ദാഹം മാറിയെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോളൂ. കാരണം ഇതാണ് ഗോസ്റ്റ് ഹൗസ്. എന്താ രണ്ടാളും കൂടി പേടിച്ചോണ്ടിരിക്കുവായിരുന്നു? എന്താ പറ്റിയ? ആ വലിയ വീട്, അവിടെ ഒരു ചേച്ചിണ്ട്. ആ ചേച്ചി അവൾ പ്രേതക്കഥയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. അവിടെ എന്തൊക്കെയോ ഉണ്ട്. കാണുന്ന വലിയ വീടോ? അതെ, ആ വീട് തന്നെ. ഞങ്ങൾ കേറിപ്പോ താഴ്ചപ്പോ വെള്ളം തന്നതാണ്. അപ്പൊ ആ ചേച്ചി പറഞ്ഞതാ. നിങ്ങൾക്ക് ആര് വെള്ളം തരുന്നാ പറയുന്നത്? ആ തറവാട് പൂട്ടിയിട്ട് 20 വർഷമായി. ആ വീട്ടിൽ ആരും താമസിക്കാറില്ല. എന്താ പറയണേ? ഇപ്പൊ ഞങ്ങൾ ആ ചേച്ചിന്റെ ഈ ക്ലാസ്സിൽ വെള്ളം കുടിച്ചോളൂ. 1 വർഷം മുമ്പേ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. രാത്രിയിൽ ആ ചേച്ചിനെ ആരോ കൊന്നു. തുടങ്ങി അവര് അവിടെ അലിഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് നേരാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ജീവനോടെ തിരിച്ചു വന്നത് ഭാഗ്യം.